ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ടോക്സിക്കിൻ്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പല കളക്ഷൻ റിപ്പോർട്ടുകളാണ് പറഞ്ഞതെങ്കിലും ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷിക്കുന്നത് 130 കോടിക്കും 150 കോടിക്ക് ഇടയിലാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നതെന്നാണ്. ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് 7 കോടിക്ക് മുകളിൽ നേടി എന്നുള്ളതാണ് പറയുന്നത്. ഷെയറായിട്ട് ഗ്രോസായി വന്നിരിക്കുന്നത് 16 കോടി. കർണാടകത്തിൽ നിന്ന് 32 കോടിയും കേരളത്തിൽ നിന്ന് 2.5 കോടിയും തമിഴ്നാട്ടിൽ 6.5, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 60 ലക്ഷം രൂപ. അങ്ങനെ നോക്കുമ്പോൾ 20 കോടിയാണ് സിനിമയ്ക്ക് ഓവർസീസിൽ നിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തം ഇന്ത്യ കളക്ഷനും രണ്ടും കൂടെ വെക്കുമ്പോൾ 130 കോടിയോളമാണ് എന്നുള്ളതാണ് വരുന്നത്. ബ്രേക്ക് ഈവൻ ആകാനുള്ളത് ഏകദേശം 400 കോടിയാണ്. 500 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു ചിത്രം വിജയിക്കണമെങ്കിൽ ഏകദേശം 1000 കോടിക്ക് അടുത്ത് വേണം. ബിസിനസ് കാര്യങ്ങളെല്ലാം വെച്ച് സിനിമ ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം അത്ര ബ്രഹ്മാണ്ഡ ചിത്രമായി ഇറങ്ങിയേക്കുന്നതാണ്. ഇവിടെ എടുത്തു പറയാം, വലിയ നെഗറ്റീവാണ് സിനിമയ്ക്ക് വന്നത്. പ്രത്യേകിച്ച് മലയാളത്തിൽ ഭീകര നെഗറ്റീവ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. ഇവിടെ യഷിൻ്റെ ചിത്രം എന്നുള്ളതായിരുന്നു ഇതിനുള്ള പ്രത്യേകത. പക്ഷേ എന്തോ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഡേ 1 കളക്ഷനായി സ്പ്ലിറ്റപ്പ് വരുന്ന ഇങ്ങനെയാണ്. ഹിന്ദിയിൽ നിന്ന് 65 കോടിയോളം ആണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അതായത് ഹിന്ദി മേഖലയിൽ റെക്കോർഡാണ് സിനിമ തൂക്കിയിരിക്കുന്നത്. ഒരു ഹിന്ദി സിനിമയേക്കാൾ കൂടുതൽ കളക്ഷനുമായി ഓപ്പണിംഗ് ഡേയിൽ സിനിമയ്ക്ക് എത്താൻ പറ്റിയെങ്കിൽ കർണാടകത്തിൽ നിന്ന് 34 കോടിയും തെലുങ്കിൽ നിന്ന് 23 കോടിയും തമിഴിൽ നിന്ന് 8 കോടി 60 ലക്ഷം രൂപയും മലയാളത്തിൽ നിന്ന് 2.5 കോടിയും ടോട്ടൽ ഇന്ത്യ കളക്ഷനായി 132.5 കോടിയോളം വന്നു എന്നുള്ളതാണ്. ഓവർസീസിൽ നിന്ന് 22 കോടിയെങ്കിലും ഉണ്ടാകാം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 154 കോടി എന്നുള്ളതാണ്. ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്താണേലും പ്രതീക്ഷിച്ച ലെവലിലേക്ക് സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ എത്താൻ കഴിഞ്ഞു. 100 കോടി തന്നെ, അല്ലെങ്കിൽ 90 കോടിക്കോളമായിരുന്നു പ്രീസെയിൽ വന്നതെങ്കിൽ 100 കോടി കിടക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ 150 കോടിക്കടുത്ത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യ ദിനം പ്രതീക്ഷിച്ച ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. നെഗറ്റീവ് റിവ്യൂവിൽ പോലും അത് ഗംഭീരമായിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ എങ്ങനെയെന്നുള്ളതാണ്. ഫൈനലായി ഇങ്ങനെയാണ് പോക്കെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഒരു 300 കോടി അല്ലെങ്കിൽ 350 കോടിയിൽ സിനിമ നിൽക്കുമെന്നുള്ളത്. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കളക്ഷൻ. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ താല്പര്യമാണെങ്കിൽ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വരാം. എന്താണേലും ഇപ്പോൾ നമുക്ക് വിടവാങ്ങാം. ഗ്രീൻ മീഡിയാസ്.